വെൽക്കം ടു നിക്കീസ് വേൾഡ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ഓഫീസാണ്. അപ്പോൾ ഇതാ നമ്മൾ റെഡിയൊക്കെ ആയി കഴിഞ്ഞു. ഇപ്പോൾ സമയം 7:30 ആവുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 7:45 ഇറങ്ങണം. 8 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 7:45 നമ്മൾക്ക് ഇറങ്ങാം. അപ്പോഴേക്കും നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാം. എന്നിട്ട് 7:45 ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഓക്കേ. അപ്പോൾ നമ്മൾ വീട് ലോക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളെന്നും പറയണ പോലെ തന്നെ നമ്മൾ നടന്നിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഡ്യൂട്ടിക്ക് പോണത്. അടുത്ത് തന്നെയാണ് റൂമിൻ്റെ. അപ്പോൾ അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ നമ്മളുടെ വർക്ക് പ്ലേസ് എത്തി. അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റാക്കീസിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ കമ്പനിയുള്ളത്. അപ്പോൾ നമ്മൾ റാക്കീസിലേക്ക് കടന്നു. റാക്കീസിൽ കിടക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാഗമൊക്കെ അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഈ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സമ്മർ ആണെങ്കിൽ അതനുസരിച്ചിട്ട് ആ കാലാവസ്ഥയിലുള്ള പൂക്കൾ കാര്യങ്ങളൊക്കെയാണ് അവർ വെക്കുക. അപ്പോൾ നല്ല അടിപൊളിയാണ് ഈ ഒരു ഭാഗം കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നേരെ ഉള്ളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ കയറുക. ജസ്റ്റ് പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടൊന്ന് കയറുമ്പോൾ ഒരു ഫ്രഷ് മൈൻഡായിരിക്കും. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടന്നു. ഇങ്ങനെ നമ്മൾക്ക് ലിഫ്റ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് നേരെ ഓഫീസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾക്ക് ഇനി ലഞ്ച് ടൈമിൽ കാണാം കേട്ടോ. അപ്പോൾ ഇനി ഓഫീസ് ടൈമിലൊന്നും വീട്ടിൽ എടുക്കുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾക്ക് ഇനി ലഞ്ച് ടൈം 1 hour ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ ഓഫീസ് എത്തിക്കഴിഞ്ഞാൽ ഇതാണ് വ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മൾക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഓഫീസിലൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ നേരെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയായി. അപ്പോൾ 1 o'clock ആകുമ്പോൾ നമ്മൾക്ക് ഇന്ന് ലഞ്ച് ഒരാളുടെ വകയാണ്. അപ്പോൾ നമുക്കത് വഴിയെ കാണാൻ ആരാണ്. അപ്പോൾ ഇതാ നമ്മളുടെ മിഥുനുണ്ട്. കൈകളിൽ മന്തിയുമായി മിഥുൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ചീഫ് നമുക്ക് മേടിച്ചു തന്നതാണ്. അപ്പോൾ ചീഫിനെ ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെല്ലാതും പാൻട്രിയിൽ കൊണ്ടുവച്ച് ഞാൻ സൗമ്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബാക്കിയുള്ളവർക്ക് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് പള്ളിയിൽ പോയിക്കാം. അപ്പോൾ 1 o'clock ആയി. അപ്പോൾ നമ്മുടെ ലഞ്ച് ടൈം ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ചീഫിൻ്റെ വകയാണ് പാർട്ടി. അപ്പോൾ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ. ഹായ് സൗമ്യ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. അറ്റാക്ക്. അതെ, ഇത് ഫുള്ളൊന്നും ഞങ്ങൾ കഴിക്കില്ല, കുറച്ച്. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഗ്രിൽഡ് മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് റൈസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊക്കെ കുടിച്ചു. എന്നിട്ട് ആ ഒരു ഇതിലാക്കിയിട്ടാണ് ഞങ്ങൾ കഴിക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് വേസ്റ്റ് ആയി പോയില്ലല്ലോ. അപ്പോൾ നമ്മൾക്കത് ഈവനിങ്ങിൽ കൊണ്ടുപോകാം. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ജസ്റ്റ് നടക്കുന്ന സമയത്താണ് നമ്മളൊരാളെ കാണുന്നത്. Okay, this is our chief accountant. His name is Khalid Saki. So we can ask him some Arabic words. Okay? Okay, Chief? Okay. Hi, Chief. Can you speak some Arabic words to my subscribers? See if I speak some Arabic. كيفك? كيف لك? كيف حالك? It means like how are you? How are you? Okay. How about you? Then what's the reply? Which you're replying? Normally tell Alhamdulillah. Alhamdulillah. Meaning thank you. Meaning It's okay. And second, from where? Okay.
Arabic من أين أنت أو من from أين أنت. from where your country من Okay, you أي can بلد reply. أنت. Okay, I will ask you. Okay, I will ask. Okay. كيف لك جيب؟ الحمد لله fine. Okay. Then من أين أنت؟ From Egypt. مصر by Arabic. مصر. Masri. Egypt Arabic name is Masri. Huh? Masri. Masri. Masr meaning Egypt. Oh, that's why everyone call him Masri. Misri. Masri. Masri. Masri in Egypt. Huh? Yes. Okay. Then also some words like Masalama means bye. Masalama meaning bye. 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 Then another 2-3 words. Just only 3 words. It's enough. Okay. Okay. അപ്പോൾ 2-3 അറബിക് വേർഡൊക്കെ നമ്മൾക്ക് കിട്ടി. സോ താങ്ക് യു സോ മച്ച് ചീഫ്. Okay. അപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ ഈ വ്ളോഗിൽ നമ്മൾ ജസ്റ്റ് ഡേ ഇൻ മൈ ഓഫീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കണത്. അതായത് ഓഫീസിലേക്ക് കാലത്ത് വന്നു, പിന്നെ 8 o'clock to 1 o'clock, അതൊക്കെ അറിയാമല്ലോ, എൻ്റെ വ്ളോഗ് കാണുന്നവരാണെങ്കിൽ അറിയും. അതായത് 8 o'clock to 1 o'clock നമുക്ക് ഡ്യൂട്ടി ടൈമാണ്, പിന്നെ 1 to 2 ലഞ്ച് ടൈം. അപ്പോൾ ആ സമയത്താണ് നമ്മളിപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 to 6 ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അതായത് ഈവനിങ് ടൈമിൽ നമുക്ക് നമ്മുടെ സ്റ്റാഫും കാര്യങ്ങളും എല്ലാവരെയൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ. അങ്ങനെ ഈവനിങ് ആയി, നമ്മൾ ഇങ്ങനെ താഴേക്ക് പോവാണ്. അപ്പോൾ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ വിൻ്റർ ഒരു ജനുവരി ഫെബ്രുവരി സമയത്താണെങ്കിൽ നല്ല ഇരുട്ടായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും ബായൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിരിയാണ്. അപ്പോൾ ഞാൻ വിഷ്ണുവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. യൂഷ്വലി ഞാൻ നടന്നിട്ട് പോവുക. ഇന്ന് വിഷ്ണുവേട്ടൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് സിനിമ കാണാനാണ്. അപ്പോൾ ഏത് സിനിമയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ കാറിൽ കയറി. അപ്പോൾ വിഷ്ണുവേട്ടൻ എനിക്ക് ഷവർമ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷവർമയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ നാളേക്കുള്ളത്. അപ്പോൾ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഷവർമയൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിയേറ്ററിൽ പോവാണ്. അപ്പം ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഒരു തിയേറ്റർ ഉള്ളത്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഗൾഫ് സിനിമ എന്ന് പറഞ്ഞിട്ട് റസൽ ഗെയിമയിലുള്ളത്. അപ്പോൾ നമ്മൾ അവിടുത്തെ തിയേറ്ററിലേക്ക് പോവാണ്. എന്നിട്ട് നമ്മൾ കാണാൻ പോകുന്ന പടം എന്ന് പറയുന്നത് ബ്രഹ്മയുഗമാണോ മഞ്ഞുമൽ ബോയ്സ് ആണോ? അപ്പം നമ്മൾ കാണാൻ പോകുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ പടം അടിപൊളി പാടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.